നമസ്കാരം, സെബാസ്റ്റ്യനാണ്. കീം പോർട്ടലിൽ ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് പ്രകാരം പുതുതായിട്ട് ചില കോഴ്സുകൾ കൂട്ടിച്ചേർക്കാനുള്ള അവസരമുണ്ട്. ഇത് പലർക്കും സംശയത്തിനിടയാക്കിയിട്ടുണ്ട്. അതായത് കീം പോർട്ടലിൽ എൻട്രൻസ് എക്സാമിനേഷൻ, കേരള ഗവൺമെൻറ് നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ നമുക്ക് കഴിഞ്ഞു. എൻജിനീയറിങ്ങിലും അതേപോലെ തന്നെ ഫാർമസിയിലും എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും ആ കാറ്റഗറിയിലേക്ക് കോഴ്സുകൾ കൂട്ടിച്ചേർക്കാൻ, അപേക്ഷയിൽ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. അതല്ലാതെ എൻജിനീയറിങ്ങും ഫാർമസിയും ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻജിനീയറിംഗ് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് MBBS, അതായത് മെഡിക്കൽ സീറ്റുകൾ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പരിഗണിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും നീറ്റിന് സ്കോറുണ്ട്. അവർക്ക് കേരളത്തിലെ സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെങ്കിൽ അവർക്ക് മെഡിക്കൽ കോഴ്സുകളോ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളോ അതിനകത്ത് കൂട്ടിച്ചേർക്കാം കീം ആപ്ലിക്കേഷൻ പോർട്ടലിൽ. അതേപോലെ തന്നെ ആർക്കിടെക്ചർ പ്രോഗ്രാം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നാറ്റ എക്സാമിനേഷൻ എഴുതി സ്കോർ ഉണ്ടെങ്കിൽ അവർക്ക് കീം പോർട്ടലിലൂടെ കേരളത്തിലെ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് വേണമെങ്കിൽ അവരും കീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ആർക്കിടെക്ചർ കോഴ്സ് ആഡ് ചെയ്യാൻ വിട്ടുപോയ ആളുകൾക്ക് അവർക്ക് അത് ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് കീം പോർട്ടലിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും പ്രോഗ്രാമുകൾ കീം പോർട്ടലിലെ ആപ്ലിക്കേഷനിൽ കൂട്ടിച്ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കീം പോർട്ടലിൽ വിസിറ്റ് ചെയ്യുക. അവിടെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമായ ഫീസ് അടയ്ക്കുക. ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ കോഴ്സുകൾ കൂട്ടിച്ചേർക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ കേരളത്തിലെ സീറ്റുകളിലേക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംശയങ്ങളും അലോട്ട്മെൻറ്റ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകളും ഒക്കെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് തിരുവനന്തപുരത്തെ പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജ്, പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയോ കോളേജിൽ നേരിട്ട് ഹാജരായി സംശയ ദൂരീകരണം നടത്താനോ ഉള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ സാങ്കേതികമായ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച കോളേജിൽ മികച്ച പ്രോഗ്രാം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.